വാർത്തകൾ വിശദമായി. രാജ്യത്ത് പുതിയ GST സ്ലാബുകൾ പ്രാബല്യത്തിൽ. 5-18% സ്ലാബുകളിൽ മാത്രമായിരിക്കും ഇനി മുതൽ നികുതി ഈടാക്കുക. ഇതോടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ 100-ലേറെ സാധനങ്ങളുടെ വില കുറയും. പുകയില, സിഗരറ്റ്, ആഡംബര ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വില കൂടും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, പുതുക്കിയ GST സ്ലാബുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. 90% സാധനങ്ങളുടെയും വില കുറയുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇന്നു മുതൽ രാജ്യത്തെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു ദിനം തന്നെ എന്ന് പറയാൻ കഴിയും. കാരണം വിലക്കയറ്റവും ഒക്കെയായി വലിയ രീതിയിൽ സാധാരണക്കാരടക്കം പൊറുതിമുട്ടുന്ന ഒരു കാലമാണ് നടക്കുന്നത്. ഏതായാലും അതിനൊരു നേരിയ അല്ലെങ്കിൽ ഒരു ആശ്വാസം എന്ന നിലയിൽ തന്നെയാണ് ഇന്ന് ഈ പുലർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 99% ഉൽപ്പന്നങ്ങൾക്കും, രാജ്യത്ത് വിൽപ്പന നടത്തുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും ഇന്നു മുതൽ വില കുറയും. അതായത് GST, ചരക്ക് സേവന നികുതി, ആ ഉൽപ്പന്നങ്ങൾക്ക് കുറച്ചിരിക്കുകയാണ്. പല ഉൽപ്പന്നങ്ങളും ഈ 2 സ്ലാബുകളാക്കി കുറച്ചിരിക്കുന്നു GST. നേരത്തെ 3 സ്ലാബുകളിലായാണ് GST കണക്കാക്കിയിരുന്നത്. അതായത് 5, 12, 18%, 28% എന്നീ നിലയിലാണ് GST നികുതികൾ സ്ലാബുകൾ കണക്കാക്കിയിരുന്നത്. അതിപ്പോൾ 2 സ്ലാബുകളാക്കി കുറച്ചിരിക്കുകയാണ്. അതായത് 5ഉം 18ഉം മാത്രമാണ് ഇനിയുള്ള നികുതി സ്ലാബുകൾ എന്ന് പറയുന്നത്. അതായത് 12ഉം 28ഉം പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. അതായത് പിന്നെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 28% GST നികുതി ഈടാക്കിയിരുന്ന ഉൽപ്പന്നങ്ങളുടേത് 18%-ആയി കുറഞ്ഞു. അതുപോലെ തന്നെ 18%-ആയി ഈടാക്കിയിരുന്ന, അല്ലെങ്കിൽ 12% GST നികുതി ഈടാക്കിയിരുന്ന ഉൽപ്പന്നങ്ങളുടേത് 5%-ആയി കുറയുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി ഈ നികുതി ഒഴിവാക്കുകയോ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ പലതും ഈ വില കുറയുന്ന പട്ടികയിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പാല് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, നമ്മുടെ മറ്റ് ഉൽപ്പന്നങ്ങൾ, ഗൃഹോപകരണങ്ങൾ, ചെറു കാറുകൾ അടക്കം ഉൽപ്പന്നങ്ങളുടെ വിലയാണ് കുറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതാണ്ട് 375 ഉൽപ്പന്നങ്ങളുടെ വിലയാണ് പൂർണ്ണമായും കുറയുന്നത്. അതായത് ഇങ്ങനെയാണ് 5%. അതുപോലെ തന്നെ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 3 ഇൻഷുറൻസുകളുടെ നിരക്കും പൂർണ്ണമായും കുറയും. ഈ ഇൻഷുറൻസുകൾക്കുള്ള നികുതി പൂർണ്ണമായും ഒഴിവാക്കാനായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 33 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതിയില്ല. ആ നികുതി പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മരുന്നുകൾക്ക് നേരത്തെ 12% GST ആണ് ഈടാക്കിയിരുന്നത്. അതിപ്പോൾ 5%-ലേക്ക് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിൽ ഈ GSTയുടെ കുറവിൻ്റെ ഒരു ഗുണഫലം ലഭിക്കും. അതുപോലെ തന്നെ കാറുകൾ, ചെറു കാറുകൾക്ക് വില കുറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ കമ്പനികളൊക്കെ ആ വിലക്കുറവ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 60,000 മുതൽ 1,00,000 രൂപ വരെയൊക്കെയാണ് പല കാറുകളുടെയും വില കുറയുക. അങ്ങനെ വില കുറയുന്ന കാറുകൾക്ക് വില കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ, ഈ TV 43 ഇഞ്ചിന് മുകളിലേക്ക്, നേരത്തെ അതിന് മുകളിൽ ഈ 43 ഇഞ്ചിന് മുകളിലേക്കുള്ള TVകളൊക്കെ 28% GSTയുടെ പരിധിയിലാണ് വന്നിരുന്നത്. അതിപ്പോൾ 18%-ലേക്ക് കുറച്ചിരിക്കുന്നു. അങ്ങനെ ഈ ടെലിവിഷൻ്റെ വില കുറയുന്നുണ്ട്. അത്തരത്തിൽ AC അടക്കമുള്ള കാര്യങ്ങളുടെയും വില കുറയും. അതേസമയം 350cc, അതുപോലെ തന്നെ 350cc-യിൽ താഴെയുള്ള ബൈക്കുകളുടെ വില കുറയുന്നുണ്ട്. അതിന് മുകളിലുള്ള ബൈക്കുകളുടെ വില ഉയരുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. 350cc-ക്ക് മുകളിലുള്ള ബൈക്കുകളുടെ വില, അവയ്ക്ക് 40% GST ആണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വില കൂടും. അതേസമയം 350cc-ക്ക് താഴെയുള്ള ബൈക്കുകളുടെ വില കുറയുകയും ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. അതുപോലെ തന്നെ ഈ പുകയില ഉൽപ്പന്നങ്ങൾ, പുകയില, അതുപോലെ തന്നെ സിഗരറ്റ്, അതുപോലെ തന്നെ ഈ കോള, വിവിധ തരം കോളകൾ, അതുപോലെ തന്നെ ലോട്ടറി എന്നിവയ്ക്ക് വില കൂടുന്നുണ്ട്. കാരണം അവയ്ക്കൊക്കെ 40%-ആണ് GST ഇനി മുതൽ ഉണ്ടാവുക. അതുകൊണ്ട് അത്തരം സാധനങ്ങൾക്ക്, ആഡംബര വസ്തുക്കൾക്കൊക്കെ വില വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 5% നിരക്ക് എന്ന് പറയുക, വസ്ത്രങ്ങൾക്ക് 2,500 രൂപയിൽ താഴെയുള്ള വസ്ത്രങ്ങളുടെ വില കുറയുന്നുണ്ട്. അതിന് 5% GST ആണ് ഇനി വസ്ത്രങ്ങൾക്ക് ഉണ്ടാവുക. 2,500 രൂപയിൽ താഴെയുള്ള വസ്ത്രങ്ങൾക്കാണ് ഈ 5% GST ഈടാക്കുക. ഈ 5% GST ഈടാക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ നിരക്ക് കുറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജൈവ കീടനാശിനികളുടെ കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടും ഇൻഷുറൻസ് ഇല്ലാത്ത, ഒട്ടും നികുതി ഇല്ലാത്ത നമ്മുടെ മാപ്പ്, അതുപോലെ തന്നെ
ചാർട്ടുകൾ, ഗ്ലോബുകൾ, പെൻസിലുകൾ, ഷാർപ്പനറുകൾ, നോട്ട് ബുക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസുകൾ, ആരോഗ്യ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ ഇൻഷുറൻസുകൾ, 33 ജീവൻ രക്ഷാ മരുന്നുകൾ തുടങ്ങിയവയ്ക്ക് പൂർണ്ണമായും നികുതി ഇല്ല. നേരത്തെ 5% GST ഈടാക്കിയിരുന്നു. പക്ഷേ ഇനി മുതൽ ഒരു തരത്തിലുമുള്ള GSTയും ഇതിനില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണഫലം ഉപഭോക്താക്കൾക്ക് പൂർണ്ണമായി തന്നെ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ 18% GST ഈടാക്കുന്ന ഉൽപ്പന്നങ്ങൾ AC-ക്ക്, അതുപോലെ തന്നെ LED TVകൾക്ക്, LCD TVകൾക്ക്, അതായത് 32 ഇഞ്ചിനും മുകളിലുള്ള LCD TVകൾക്കും LED TVകൾക്കും 18% ഇനി മുതൽ GST ഉണ്ടാവുക. നേരത്തെ 28% ആ 28% 18% കുറയുന്നു. ആനുപാതികമായ വിലയിലും ആ കുറവ് ഉപഭോക്താക്കൾക്ക് ലഭിക്കും. മോണിറ്റർ, അതുപോലെ തന്നെ ഡിഷ് വാഷർ, ഗ്രാനൈറ്റ്, സിമൻറ്റ്, നമുക്കറിയാം നമ്മുടെ നിർമ്മാണ മേഖലയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒന്ന് തന്നെയാണ്. സിമൻറ്റിൻ്റെ വില കുറയുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ നിർമ്മാണ മേഖലയ്ക്ക് കൂടുതൽ ഉണർവാകും ഈ സിമൻറ്റ് വില കുറയുന്നത്. ഇനി മുതൽ സിമൻറ്റിൻ്റെ 18% GST. നേരത്തെ 28% സിമൻറ്റിന് GST ഈടാക്കിയിരുന്നത്. അതുപോലെ തന്നെ 1200 cc വരെയുള്ള പെട്രോൾ, CNG, ഡീസൽ കാറുകൾ, ഈ കാറുകൾക്ക് ഡീസൽ കാറുകൾ 1500 cc വരെയാണ്. 1200 cc വരെയുള്ള പെട്രോൾ, CNG കാറുകളും അതുപോലെ തന്നെ 1500 cc വരെയുള്ള ഡീസൽ കാറുകൾക്കും ഇനി 18% GST ഉണ്ടാവുക. നേരത്തെ 28% 18% കുറയുന്നു. സ്വാഭാവികമായും ആ വില GSTയിലും ആ കാറുകളുടെ വിലയിലും പ്രതിഫലിക്കും. ഇതിനോടകം തന്നെ വാഹന നിർമ്മാതാക്കളൊക്കെ ആ വിലക്കുറവ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ പത്രങ്ങളിലൊക്കെ ഈ കാറുകളുടെ വില കുറഞ്ഞത് സംബന്ധിച്ചുള്ള പരസ്യങ്ങളുമൊക്കെ അതാത് കമ്പനികൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുച്ചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷ അടക്കമുള്ള മുച്ചക്ര വാഹനങ്ങളുടെ വില കുറയുന്നുണ്ട്. അവയ്ക്കും 18% നികുതി ചുമത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 350 cc താഴെയുള്ള ബൈക്കുകൾ, ഈ ബൈക്കുകൾക്കും 18% GST. ഈ ബൈക്കുകളുടെ വിലയും കൂടും. അതേസമയം 350 cc മുകളിലുള്ള ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇക്കാര്യങ്ങളിൽ ഏതായാലും 99% ഉൽപ്പന്നങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, അതുപോലെ തന്നെ പൊറോട്ട അടക്കമുള്ള പാൽ ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ 99% ഉൽപ്പന്നങ്ങൾക്കും വില കുറയും എന്നുള്ളത് തന്നെയാണ്. ഉപഭോക്താക്കൾക്ക് ആ വിലക്കുറവിൻ്റെ ആനുകൂല്യം നൽകുമെന്ന് വ്യാപാരികളടക്കം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ആന്റണി, അതുപോലെ തന്നെ ഈ ഒരു വിലക്കുറവിൻ്റെ ഗുണം സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായി ഈ ഒരു നിരീക്ഷണം അടക്കം അല്ലെങ്കിൽ ഒരു വിലയിരുത്തലടക്കം ഈ ഒരു ശക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ തന്നെ ചില നടപടികൾ ഇതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാകും. ഇത് പൂർണ്ണമായും ജനങ്ങൾക്ക് ഉറപ്പാക്കും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു. അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഇത് ഇനിയൊരു പുതിയ യുഗമാണ്, നികുതിയുടെ പുതിയൊരു കാലമാണ് വരുന്നത്, അതിൻ്റെ ഗുണം എല്ലാവർക്കും ലഭ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ പരാതികളൊക്കെ സ്വാഭാവികമായും ഉണ്ടാകും. ഈ വിലക്കുറവ് ലഭിക്കാത്തതിൻ്റെ സാഹചര്യം അല്ലെങ്കിൽ ആ ഈ GSTയുടെ കുറവ് ഈ വിലയിൽ പ്രതിഫലിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പരാതികളൊക്കെ ഉയരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികളൊക്കെ നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഈ ഗുണഫലം പൂർണ്ണമായും ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഉറപ്പിച്ചു പറയുന്നത്. ഏതായാലും നമ്മുടെ ധനമന്ത്രി അടക്കം അക്കാര്യം നേരത്തെ ഈ GST കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. ഈ വില കുറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഗുണം പൂർണ്ണമായും 100% ഗുണവും ഈ ഉപഭോക്താക്കൾക്ക് ലഭിക്കണം എന്നുള്ളതാണ്. ഏതായാലും അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പറയുന്നത്. ശരി ആന്റണി, രാജ്യത്ത് പുതിയ GST സ്ലാബുകൾ പ്രാബല്യത്തിൽ 5-18% സ്ലാബുകളിൽ മാത്രമായിരിക്കും ഇനി മുതൽ നികുതി ഈടാക്കുക. ഇതോടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ 100-ലേറെ സാധനങ്ങളുടെ വില കുറയും. പുകയില, സിഗരറ്റ്, ആഡംബര ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വില കൂടും. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.